ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ റിവർ റാഫ്റ്റിംഗിനിടെ മലയാളി യുവാവിനെ കാണാതായി. ഡൽഹിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന് പരാതിയുണ്ട്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്താണ് കുടുംബത്തിന്റെ പരാതി? അതിലെന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഋഷികേശിൽ ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. മലയാളി യുവാവായിട്ടുള്ള ഡൽഹിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിയായിട്ടുള്ള ആകാശാണ് റിവർ റാഫ്റ്റിംഗിനിടെ ഈ ഗംഗാ നദിയിൽ അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഉയരുന്ന പരാതി എന്നുള്ളത് ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ആ ഒരു തിരച്ചിൽ അത് ഊർജിതമല്ല, അതിൽ ഒരു പുരോഗമനവും ഇല്ല, പുരോഗതിയും ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഓഫീസിലെ തന്നെ ഡൽഹിയിലെ ആകാശിന്റെ ഓഫീസിലെ സഹപ്രവർത്തകർക്കൊപ്പമാണ് വിനോദയാത്രയുടെ ഭാഗമായി ആകാശ് ഋഷികേശിലേക്ക് പോയതും അവിടെ ഈ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഡൽഹിയിലെ സാംസ്കാരിക സംഘടന ജനസംസ്കൃതി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ഒരു ഏകോപനം നടത്തി ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ ഒരു നിർദ്ദേശം നൽകണം എന്നൊരു ആവശ്യം കൂടി തുടരുക. ഇപ്പോൾ ഈ ആകാശിന്റെ ബന്ധു വിനു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിനു, ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്? ഇതിൽ എന്തുകൊണ്ടാണ് ഒരു തെരച്ചിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോകുന്നത്? അതിൽ കാലതാമസം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ? സെർച്ചിങ് ടീം ഇപ്പം വൈകിട്ട് കാലാവസ്ഥ മോശമാണ്, തണുത്ത വെള്ളമൊക്കെ ആയതുകൊണ്ട് നിർത്തി. നാളെ രാവിലെ പിന്നെ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. താങ്കൾ ഡൽഹിയിലാണോ അതോ കേരളത്തിലാണോ? ഞങ്ങൾ ഡൽഹിയിലാണ്. ഇപ്പം ഋഷികേശിന് പോകാനെ കൊണ്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കൂടെ, ആകാശിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? സുഹൃത്തുക്കളാണോ? അവരെന്താണ് അറിയിച്ചത്? കുടുംബാംഗങ്ങളെ എന്താണ് അറിയിച്ചത്? അവര് ഓഫീസ് ടൂറിനായിട്ട് പോയതാണ്. രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പം കാലുവഴുതി വീണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഘട്ടത്തിലൊന്നും അവിടെ ഈ കാലാവസ്ഥ ആ സമയത്ത് മോശമായിരുന്നു, ഒരു തെരച്ചിലിനോ രക്ഷാപ്രവർത്തനത്തിനോ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കാൽ തെറ്റി പിന്നെ അടിയൊഴുക്കുണ്ടായിരുന്നു, അങ്ങനെ തെന്നി സ്ലിപ്പായി പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അവിടെ ചില സാംസ്കാരിക സംഘടനകളൊക്കെ ഉത്തരാഖണ്ഡ് സർക്കാരിന് കത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നമ്മളുടെ പാർലമെന്റ് നടക്കുന്ന സമയമായതുകൊണ്ട് എം പിമാരുടെയൊക്കെ അവൈലബിലിറ്റി ഡൽഹിയിലുണ്ട്. ആ തരത്തിലൊക്കെ ഇടപെടാൻ കഴിഞ്ഞിരുന്നോ? അതിന് ശ്രമിച്ചിരുന്നോ? ശ്രമിക്കുന്നുണ്ട് അല്ലേ? ശരി വിനു, എന്തായാലും നമ്മൾ വളരെ ഈ വാർത്ത നന്നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഡൽഹിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്ന ആക്ഷേപമാണുള്ളത്. കാലാവസ്ഥ മോശമാണ് എന്നൊരു വിവരമുണ്ട്. പക്ഷേ എന്തായാലും തെരച്ചിൽ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. ഋഷികേശിലാണ് ഈ അപകടം ഉണ്ടായത്. അച്യുതൻ തുടരുന്നു. അച്യുതൻ, ഇത് ഇപ്പോൾ ഡൽഹിയിൽ നമ്മളുടെ എം പിമാരെല്ലാവരും ഉണ്ട്, കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട്. ആ തരത്തിൽ ഒരു ഇടപെടലിന് സാധ്യതയുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അതിന് കഴിഞ്ഞില്ലേ ആ ഘട്ടത്തിലൊന്നും? വിജയകുമാർ, ആ സാധ്യതകൾ കൂടി തേടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട എം പിമാരുടെ വി ശിവദാസൻ, എ റഹീം ഉൾപ്പെടെയുള്ള എം പിമാരുടെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ തന്നെ ഉത്തരാഖണ്ഡ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ അതിവേഗത്തിലാക്കുവാൻ ഉള്ള ഓരോ നടപടിയും സ്വീകരിക്കും എന്നുള്ള ഒരു സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ എം പിമാരെ ഈ വിഷയം ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര നടപടികളിലേക്ക് കടക്കാൻ കൂടി തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിജയകുമാർ, യെസ്, വളരെ വേഗത്തിലുള്ള ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൃശൂർ സ്വദേശി ആകാശിനെയാണ് ഇന്ന് കാണാതായത്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെച്ചാണ് കാൽ വഴുതി വെള്ളത്തിൽ വീണു എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഓഫീസ് ടൂർ ആയിരുന്നു, ആ ഘട്ടത്തിലാണ് ഈ അപകടമുണ്ടായത്. അടിയൊഴുക്കുണ്ട് അവിടെ, അതിൽ പെട്ടുപോയതാണ് എന്നാണ്
ആശങ്കപ്പെടുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമല്ലെന്ന ആക്ഷേപമുണ്ട്. എം പിമാരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.